ബി.ജെ.പി. നേതാവും തിരുമല കൗൺസിലറുമായിരുന്ന കെ അനിൽകുമാറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. പൂജപ്പുര പോലീസാണ് കേസ് ഡയറി കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റുവർട്ട് കീലറിന് കൈമാറുക. വെള്ളിയാഴ്ച അനിലിന്റെ ബന്ധുക്കളുടെ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി. സാരംഗ്, ആത്മഹത്യാക്കുറിപ്പിലെ ഒരൊറ്റ വാചകം വെച്ചാണ് ബി.ജെ.പിക്കെതിരെയൊക്കെ വിമർശനങ്ങൾ ഉയരുന്നത്. അതേസമയം തന്നെ ബി.ജെ.പി. ഇക്കാര്യത്തിൽ പോലീസിന്റെ സമ്മർദ്ദം ഉയർത്തിക്കാട്ടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ ഏത് ഘട്ടത്തിലാണുള്ളത്? എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ സ്റ്റുവർട്ട് കീലറുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്, പ്രത്യേക പോലീസ് സംഘത്തിന് അന്വേഷണം കൈമാറിയത്. പൂജപ്പുര പോലീസ് ഈ SP നേതൃത്വം നൽകുന്ന സംഘത്തിന് ഈ കേസ് ഡയറി അടക്കം ഇന്ന് കൈമാറുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തുടർന്ന് ഇത് ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുള്ളൊരു ആത്മഹത്യയാണ്. കാരണം ഈ ഒരു CPM-ന് നേരെ തന്നെ തുടക്കത്തിൽ തന്നെ BJP ഈ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്നും സമ്മർദ്ദമാണ് ഈ അനിൽകുമാറിന് ഇത്തരം കടുത്ത തീരുമാനമെടുക്കാൻ കാരണമായത് എന്നാണ് ഈ BJP-യുടെ ആരോപണം. അതിനുശേഷമാണ് CPM അടക്കം രംഗത്ത് വന്നത്. അതായത് ഈ ഒരു സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാൻ കാരണമായത്. അതായത് ഇതിൽ നേതൃത്വം കൃത്യമായ ഒരു സംരക്ഷണം നൽകിയില്ല. പലതവണ ഈ ഒരു ആവശ്യം, ഈ ഒരു ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നേതൃത്വം ഇടപെട്ടില്ല. ഈ ഒരു BJP നേതാക്കന്മാരടക്കം ഈ ഒരു സംഘത്തിൽ നിന്നും പണം ലോൺ എടുത്ത് തിരിച്ചടച്ചില്ല. ഈ ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കടക്കം ഈ ഒരു സംഘത്തിൽ നിന്നും പണം എടുത്തിരുന്നു. പക്ഷേ അതൊന്നും കൃത്യമായി തിരിച്ചടക്കാത്തതാണ് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണം എന്നൊക്കെയായിരുന്നു CPM അടക്കം ഉന്നയിച്ച ആരോപണങ്ങൾ. അതിൽ ഈ ഒരു സംഘവുമായി ബന്ധപ്പെട്ട ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി അല്ലെ സാമ്പത്തിക തിരിമറി അടക്കം സഹകരണ വകുപ്പ് അന്വേഷിക്കും. കാരണം അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് എന്നത് വ്യക്തമാണ്. കാരണം പോലീസിലടക്കം പരാതി നൽകിയിരുന്നു. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്ന തരത്തിലടക്കം പരാതിക്കാർ, അതായത് ഈ പോലീസിൽ പരാതി നൽകിയ പരാതിക്കാർ രംഗത്ത് വന്നിരുന്നു. ഇത്തരത്തിൽ പോലീസ് സമ്മർദ്ദം ചെലുത്തിയിരുന്നില്ല. അനിൽകുമാറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ നിർദ്ദേശപ്രകാരമാണ് ഈ പോലീസിൽ പരാതിയുമായി ചെന്നത്. പക്ഷേ ഈ BJP ഉന്നയിച്ചിരുന്ന ഒരു പ്രധാന ആരോപണം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി സമ്മർദ്ദം ചെലുത്തി, ഇത്തരത്തിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി, അത്തരത്തിൽ ഒരു അഭിമാനക്ഷതം ഏൽക്കുമെന്ന് തോന്നിയപ്പോഴാണ് അദ്ദേഹം ഓഫീസിൽ ആത്മഹത്യ ചെയ്തതെന്നാണ് BJP-യുടെ ആരോപണം. പക്ഷേ ഈ ഒരു സംഘവുമായി ചേർന്നിട്ടുള്ള ഒരു പ്രശ്നമാണ്. അത് ഈ ഒരു ആത്മഹത്യാക്കുറിപ്പിലടക്കം വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു സംഘവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധി, അതായത് 11 കോടിയോളം ആസ്തിയുള്ള ബാങ്കിൽ 6 കോടിയോളം രൂപ ലോൺ നൽകുകയും ആ ലോൺ തിരിച്ചടവ് മുടങ്ങുകയും അത്തരത്തിൽ വന്ന് FD തുക മെച്യൂർ ആകുന്ന സമയത്ത് തിരിച്ചു നൽകാൻ കഴിയാത്തതുമാണ് വളരെ വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് അനിൽകുമാറിനെ എത്തിച്ചത്. മാത്രമല്ല ഇതെല്ലാം വളരെ പരിചിതമായ അനിൽകുമാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ ബാങ്കുമായി ഇത്തരത്തിൽ ലോണുകൾ എടുത്തതും FD അടക്കമുള്ള പല കാര്യങ്ങളിലും അദ്ദേഹവുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോയത് ഈ വളരെ ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു സാമ്പത്തിക പ്രതിസന്ധി ഉടലെടുത്തപ്പോൾ അവരെയൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്നൊരു വലിയൊരു ചോദ്യചിഹ്നമായ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നു. മാത്രമല്ല അതൊരു വലിയൊരു അഭിമാനക്ഷതം അദ്ദേഹത്തിന് ഏൽപ്പിക്കും. വളരെ കാലം ഈ ഒരു തിരുവനന്തപുരം ഭാഗത്ത് പൊതുരംഗത്ത് വളരെ പ്രശസ്തമായ രീതിയിൽ ജോലി ചെയ്തിരുന്ന, അതായത് പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇത്തരത്തിലുള്ള ഒരു വലിയൊരു കടബാധ്യത തൻ്റെ പേരിലേക്ക് മാത്രം ഒതുങ്ങുമോ എന്ന് മനസ്സിലായ സമയത്തായിരുന്നു അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയതെന്നാണ് ആത്മഹത്യക്കുറിപ്പിൽ വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം